ആസിഫ് അലി രമേശ് നാരായണൻ വിവാദം മുറുകുന്നു. ആസിഫ് അലിയിൽ നിന്നും രമേശ് നാരായണൻ അവാർഡ് തിരസ്കരിച്ച സംഭവത്തിൽ കൂടുതൽ പേർ പ്രതികരണവുമായി എത്തുന്നു. രമേശ് നാരായണൻ്റെ പെരുമാറ്റത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. സംഭവത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി നടൻ ധ്യാൻ ശ്രീനിവാസനെത്തി. എവിടെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയ അഹങ്കാരത്തിന് ദൈവം തിരിച്ചു കൊടുക്കുന്ന പണിയാണ് രമേശ് നാരായണൻ കാണിച്ചത്. ഇപ്പോൾ മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. കൈവിട്ടു പോയെന്ന് മനസ്സിലായപ്പോൾ മാത്രമാണ് മാപ്പ് പറഞ്ഞത്. അതിൽ ആത്മാർത്ഥതയുണ്ടെന്ന് തോന്നുന്നില്ല. താൻ ആസിഫിനൊപ്പമാണെന്നും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു. നടിയും ഗായികയുമായ മഞ്ജു വാണിയുടെ പ്രതികരണം ഇങ്ങനെ: ആസിഫ് അലിയേക്കാൾ മേന്മ ജയരാജിൽ രമേശ് നാരായണൻ കാണുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. അത് പക്ഷേ അങ്ങേരുടെ കുടുംബത്ത് കാണിച്ചാൽ മതി. ഒരു പൊതുവേദിയിൽ ഇത്തരം ഇടപെടലുകൾ തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. മനുഷ്യർക്കിടയിൽ കലയുടെ പേരിൽ വലിപ്പച്ചെറുപ്പം കാണിക്കുന്നത് മഹാപന്ന ഏർപ്പാടാണ്. അല്ലെങ്കിൽ അത്രമേൽ ദ്രോഹം ഒരുവൻ നമ്മളോട് ചെയ്തിട്ടാവണം. ഇവിടെ അപമാനിതൻ ആസിഫ് അലിയല്ല, രമേശാണ് രമേശ. ഇങ്ങനെയാണ് മഞ്ജു വാണിയുടെ വാക്കുകൾ. രമേശ് നാരായണൻ ആസിഫ് അലിയോട് ചെയ്തത് വെറും കുറ്റമല്ല, ഒരു നാലാംകിട കലാകാരൻ പോലും ചെയ്യാനറയ്ക്കുന്ന വൃത്തികെട്ട പ്രവൃത്തിയെന്ന് ചലച്ചിത്ര പ്രവർത്തകൻ സതീഷ് പൊതുവാൾ പറഞ്ഞു. ഹിന്ദുസ്ഥാനി സാമാന്യം തെറ്റില്ലാതെ പണിയുന്ന സംഗീത തൊഴിലാളി എന്ന നിലയിൽ ഏതൊരു CITUകാരനോടും ഉണ്ടായിരുന്ന ബഹുമാനം കൂടി രമേശ് ഇല്ലാതാക്കി. ആസിഫ് അലി എന്ന മനുഷ്യരിൽ നിന്നും പുരസ്കാരം വാങ്ങുന്നത് മ്ലേച്ഛമാണത്രേ. വമ്പിച്ചൊരു പുരുഷാരത്തിന് മുന്നിൽ വെച്ച് രമേശ് നാരായണൻ ഇങ്ങനെ ഒച്ചയില്ലാതെ അത്യുച്ചത്തിൽ പ്രഖ്യാപിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. 1000 കണ്ണുകൾക്ക് മുന്നിൽ വെച്ച് നിസ്സഹായനായ ആ മനുഷ്യൻ ക്രൂരമായി അപമാനിക്കപ്പെട്ടു. ഈ വാർത്ത അറിഞ്ഞപ്പോൾ തൊട്ട് അയാൾ എത്രമാത്രം അധമനാണെന്ന് ചങ്ങാതികളിൽ പലരും വിളിച്ച് അന്തം വിട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഞാനാകട്ടെ ഒരന്തവും കുന്തവും ഇട്ടില്ലെന്ന് മാത്രമല്ല, ഒരു കുന്തത്തിന് അയാൾ സർവ്വഥാ അർഹനാണെന്ന് തോന്നുകയും ചെയ്തു. രമേശിൻ്റെ സിനിമയ്ക്കകത്തും പുറത്തുമുള്ള സംഗീതത്തിലൊന്നും എനിക്കൊരിക്കലും പറയത്തക്ക മതിപ്പൊന്നും തോന്നിയിരുന്നില്ല. ഏതാണ്ട് ശരാശരി. അത് അയാളുടെ കുറ്റമല്ലായിരിക്കാം. എന്നാൽ അയാളിപ്പോൾ ചെയ്തത് വെറും കുറ്റമല്ല, ഒരു നാലാംകിട കലാകാരൻ പോലും ചെയ്യാനറയ്ക്കുന്ന വൃത്തികെട്ട ചെറ്റത്തരം തന്നെയാണ്. നാദബ്രഹ്മത്തെ അറിയുന്നവന് മുന്നിൽ എന്ത് വലിപ്പച്ചെറുപ്പങ്ങൾ എൻ്റെ രമേശ എന്നാണ് സതീഷ് പൊതുവാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ആസിഫ് അലി രമേശ് നാരായണൻ സംഭവത്തിൽ താൻ ദൃക്സാക്ഷിയാണെന്ന് നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളി പറഞ്ഞു. ആസിഫ് അലിയുടെ സ്വതസിദ്ധമായ ചിരിയിൽ ഉരുകിയില്ലാതായത് രമേശ് നാരായണനോടുള്ള ബഹുമാനമാണെന്നും അല്പത്തരം കാട്ടിയ സംഗീതജ്ഞനോട് സഹതാപം മാത്രമാണെന്നും ശ്രീകാന്ത് മുരളി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. സംഗീതബോധം മാത്രം പോരാ അമ്പാനെ, അല്പം സാമാന്യ ബോധം കൂടി വേണമെന്നാണ് നാദിർ ഷാ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിനിടയിൽ ആസിഫ് അലിയുടെ പ്രതികരണവും വന്നു. നടൻ്റെ പ്രതികരണം ഇങ്ങനെ: എന്നെ പിന്തുണച്ച് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും മറ്റൊരാൾക്കെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിനായി മാറരുത്. അതെൻ്റെ ഒരു അപേക്ഷയാണ്. അദ്ദേഹം അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ദയവ് ചെയ്ത് ഇതൊരു ഹെയ്റ്റ് ക്യാമ്പയിനായി മാറ്റരുത്. എന്തു മറുപടി പറയണമെന്ന കൺഫ്യൂഷനിലായിരുന്നു. മതപരമായി വരെ ചർച്ചകളെത്തി. ഇത്രയും സീനിയറായ അദ്ദേഹം മാപ്പ് പറയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചു. അദ്ദേഹത്തിന് വിഷമമാകാത്ത വിധത്തിലാകണം മറുപടി എന്ന് വിചാരിച്ചു. അതാണ് മറുപടി പറയാൻ വൈകിയത്. ഇന്നലെ ഞാൻ ഫോൺ ഓഫാക്കി വെച്ചു. ഇന്ന് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നു. മോനെ പ്ലീസ് കോൾ ബാക്ക് എന്നായിരുന്നു മെസ്സേജ്. പിന്നീട് ഫോണിൽ വിളിച്ചു. അദ്ദേഹം ഒരുപാട് വിഷമത്തിലാണുള്ളതെന്ന് ആ ശബ്ദത്തിൽ നിന്ന് മനസ്സിലായി. പലപ്പോഴും ശബ്ദമിടറി ആസിഫ് അലി പറഞ്ഞു. നമുക്കെതിരെ നിൽക്കുന്ന ആളിൻ്റെ മനസ്സറിയാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ എനിക്കൊരു രീതിയിലുള്ള വിഷമവും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് മനുഷ്യസഹജമായി സംഭവിച്ചതാവാം. ഒരു ലൈവ് ഈവൻറ്റിൽ സംഭവിക്കാവുന്ന തെറ്റുകളെ സംഭവിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിനെതിരായ ഹെയ്റ്റ് ക്യാമ്പയിൻ ഇതോടെ അവസാനിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ആസിഫ് അലി പറഞ്ഞു. MT വാസുദേവൻ നായരുടെ 9 കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്ര സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെയായിരുന്നു സംഭവം. പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ ആസിഫ് അലിയായിരുന്നു ക്ഷണിച്ചത്. എന്നാൽ രമേശ് നാരായണൻ സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി ആസിഫിൻ്റെ കയ്യിൽ നിന്ന് പുരസ്കാരമെടുത്ത് ജയരാജന് കൈമാറി. തുടർന്ന് ജയരാജ് രമേശ് നാരായണന് പുരസ്കാരം നൽകുകയായിരുന്നു.